മൂന്ന് ചെറുപ്പക്കാർ ഒരു റമദാനിൻ്റെ പകലിൽ ഒരുമിച്ചിങ്ങനെ നടക്കുകയാണ്. 3 പേര് നോമ്പുകാരാണ്. നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഇവർ നടക്കുന്നതിനിടയിൽ വഴിവക്കിൽ ഒരു മരിച്ചുവട്ടിൽ ഒരു പടുവൃദ്ധനായ മനുഷ്യൻ ഒരു ഭക്ഷണപ്പൊതി തുറന്നു വെച്ചിരുന്ന് കഴിക്കുന്നു. ഇവർ 3 പേരും അല്പദേഷ്യത്തോടെ ആ വൃദ്ധൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, റമദാനിൻ്റെ പകലിൽ നോമ്പെടുക്കാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണോ? ആ വൃദ്ധൻ മെല്ലെ പറഞ്ഞു, മക്കളെ, ഞാൻ നോമ്പുകാരൻ തന്നെയാണ്. അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ നോമ്പെടുക്കുന്നത്? അതെ, തിന്നാലും കുടിച്ചാലും മുറിയാത്ത ഒരു നോമ്പുണ്ട് മക്കളെ. ഞാനിന്ന് സുബഹിസ്കാരത്തിന് ശേഷം എൻ്റെ നാവ് കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കണ്ണുകൊണ്ട് നിഷിദ്ധമായതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കാതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും കേട്ടിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതൊന്നും ചിന്തിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ വളരെ വയസ്സായി, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു അനുവദിച്ചത് പ്രകാരം എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരല്പം ഭക്ഷണം കഴിച്ചു എന്ന് മാത്രം. എന്നിട്ട് ആ ചെറുപ്പക്കാരോട് അദ്ദേഹം ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഇന്ന് നോമ്പുകാരാണോ? കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചെറുപ്പക്കാർ പറഞ്ഞു, ഉപ്പ, ഇല്ല, ഞങ്ങൾ ഇന്ന് നേരം വെളുത്തതുപോലെ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വയറ്റിന് മാത്രം നോമ്പ് കൊടുത്തുകൊണ്ട് കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, ഹൃദയം കൊണ്ട് തിന്മകളൊക്കെ ചെയ്തു നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ട. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി, ആര് മോശമായ സംസാരവും മോശമായ പ്രവർത്തികളും ഉപേക്ഷിക്കുന്നില്ലയോ, ഫലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തആമഹു വശറാബ, അവൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നോമ്പെടുത്തിട്ട് അള്ളാഹുവിനൊരു ആവശ്യവുമില്ല.